കോഴിക്കോട് പാളയം മാർക്കറ്റിലാണ്. രാത്രികാലത്ത് പാളയം മാർക്കറ്റിലൂടെയുള്ള ഒരു യാത്ര അതീവ രസകരമാണ്. ഏതൊരു നാടിൻ്റെയും നാട്ടു സംസാരങ്ങൾ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ആ നാടിൻ്റെ മാർക്കറ്റിലൂടെ നിങ്ങളൊന്ന് യാത്ര ചെയ്യണമെന്നാണ് യാത്ര ചെയ്യുന്ന പലരും പറയാറുള്ളത്. കോഴിക്കോടിൻ്റെ ഹോൾസെയിൽ മാർക്കറ്റാണ് പാളയം മാർക്കറ്റ്. പഴങ്ങളും പച്ചക്കറികളും എല്ലാം ഇവിടുന്ന് മറ്റു ദിക്കുകളിലേക്ക് കയറി പോകുന്നു. ഹോൾസെയിൽ മാർക്കറ്റ് മാത്രമല്ല, സ്റ്റാളുകളിട്ട് കച്ചവടം ചെയ്യുന്ന റീറ്റെയിൽ കച്ചവടക്കാരും ഇവിടെ ഒരുപാടുണ്ട്. എപ്പോഴും തിരക്കുണ്ടാവുന്ന ഒരിടം കൂടിയാണ് പാളയം മാർക്കറ്റ്. കോഴിക്കോടിൻ്റെ എല്ലാ ദിക്കുകളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് പച്ചക്കറികളും പഴങ്ങളും വാങ്ങാൻ എത്തുന്നു. ഹോൾസെയിൽ കച്ചവടം കൂടുതലായതുകൊണ്ട് തന്നെ എല്ലാ കച്ചവടക്കാരും ഇവിടേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തെറ്റു പറയാനില്ല. പാളയം മാർക്കറ്റിൻ്റെ തൊട്ടുപിറകിലാണ് പാളയം മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് തളി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ മാർക്കറ്റ് ഇവിടെ നിന്ന് മാറ്റാൻ പോവുകയാണ് എന്നൊരു സ്വരം കേട്ടിട്ട് ഒരുപാടായി. ഒരുപക്ഷെ അങ്ങനെയൊരു മാറ്റമുണ്ടായാൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് അന്യമായി തീരും. ഡെപ്യൂട്ടി മേയറുടെ വാക്കുകൾ അനുസരിക്കുകയാണെങ്കിൽ കല്ലുത്താൻ കടവിലേക്ക് ഈ വർഷം തന്നെ ഈ മാർക്കറ്റ് പറിച്ചു നടപ്പെടും. നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശ്വസിക്കാം. പാളയത്തെ തിരക്കുകൾക്ക് അതൊരു ശമനമായി തീരുമെന്ന് പ്രത്യാശിക്കാം.